losing my mind. Is everybody in the world blind? I hate love. My 50 years love. ഞാൻ രാമന് സർപ്രൈസ് കൊടുത്തിട്ട് വരാം. നിങ്ങളെല്ലാരും ഇവിടെ തന്നെ നിൽക്കട്ടോ. എടി പോകുന്നൊക്കെ കൊള്ളാം, വേഗം വരണം, നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഓ, ഞാൻ വേഗം വന്നാലാവേ, നിങ്ങൾ ചെല്ലേ. എടി അവള് വേഗം വരുമോ? എനിക്ക് പ്രതീക്ഷയില്ല. എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. മ്യൂസിക് റൂമിലാണെന്നല്ലേ പറഞ്ഞേ? ആ, ഇവിടെ നോക്കാം. രാം, നന്ദ, എന്താ നന്ദ ഇത്? ഒരു മാനേഴ്സ് ഇല്ല നിനക്ക്? ഒരു റൂമിലേക്ക് വരുമ്പോ അനുവാദം ചോദിക്കണമെന്ന് അറിഞ്ഞൂടെ? നിന്റെ അടുത്തേക്ക് വരണമെങ്കിൽ എനിക്ക് അനുവാദം വേണമെന്ന് അറിയില്ലായിരുന്നു. നിനക്കിപ്പോ എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും നേരമല്ല, എപ്പോഴും ജോലിയുടെ ഒപ്പ. നന്ദ, ഞങ്ങളിവിടെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാം. നന്ദ ആവശ്യമില്ലാത്ത എന്തൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നു തോന്നുന്നു, അല്ലേരാ? ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞില്ല, എന്റെ കൺമുന്നിൽ നടക്കുന്നതല്ലേ. നന്ദ, നമ്മളിപ്പോ ചെറിയ കുട്ടികളല്ല, വലുതായി. അത് ഓർമ്മ വേണം. എപ്പോ നോക്കിയാലും എന്റെ വാലിൽ തൂങ്ങി നടക്കാൻ നിൽക്കരുത്. എനിക്ക് കുറച്ച് സമാധാനം വേണം. എപ്പോഴും ഒട്ടിക്കൊണ്ട് ഒരു സ്വസ്ഥയും തരില്ല. സോറി, ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കാനായിട്ട് വരില്ലറാ. പോയാളെ കാണുന്നില്ലല്ലോ. ഇതൊക്കെ കരഞ്ഞോട് വരുന്നേ? എന്ത് പറ്റി നന്ദു? ഒന്നും പറ്റിയില്ല. നിങ്ങൾ ചെല്ല, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും. ഞാനിപ്പോ വരാം. എനിക്കിത് പുറത്തു പോകണം. അസൈൻമെന്റ് ഒക്കെ പിന്നെ സബ്മിറ്റ് ചെയ്യാം. നീ എന്തിനാ കരയുന്നത്? എന്താ പറ്റിയേ? രാം എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാ? രാമനെ എന്റെ കണ്ണി പൊടി പോയത്. നിങ്ങൾ ചെല്ലേ. നന്ദു, ഞാൻ അപ്പഴേ പറഞ്ഞതാ ആ രാം എന്നുള്ളവൻ നല്ലതല്ലെന്ന്. പറഞ്ഞവള് കേക്കില്ലല്ലോ. പിന്നെയും ഞാൻ അവന്റെ പിന്നാലെ എന്തിനാ പോകുന്നു? 15 വർഷം വെറും വേസ്റ്റ്. എത്ര പ്രപ്പോസൽ ഞാൻ തള്ളിക്കളഞ്ഞു. നോന്നും കറിയടത്ത് നീ സ്ട്രോങ് ഗേളാണ്. കുടിച്ചു തീർക്ക, കുടിച്ച്. കുറച്ചും കൂടെ കഴിക്കാം. വേണ്ട, ഐ ലവ് യു ഡാ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്ത് ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ നിൽക്കുന്നത്ര ശരിയല്ല. എന്ത് വേണം? ഇവിടെ വന്നിരിക്ക. ഓ ശരി. എന്റെ ലവ് പൊട്ടി പാളീസായി. അയ്യോ, എന്ത് പറ്റി? നിനക്ക് എന്നെ ഇഷ്ടല്ലേ? ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടല്ലേ? നിന്നെ കാണാൻ കൊള്ളല്ലോ. യു ആർ ഹാൻസം ബോയ്. താങ്ക് യു. പക്ഷെ ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ തമ്മിൽ മുൻപരിചയം വല്ലതുണ്ടോ? നോക്കട്ടെ ശരിക്കും. നമ്മളെ പരിചയമൊന്നുമില്ല. പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ലെങ്കിൽ ഐ വാണ്ട് ഷെയർ ഇറ്റ് വിത്ത് യു. അയ്യോ, ഞാനിനിയിപ്പോ എന്ത് ചെയ്യും? വെറുപ്പെന്താണെങ്കിൽ ഞാൻ സഹകരിക്കാൻ തയ്യാറാ. റൂമിലേക്ക് പോവാം. ഇപ്പൊ തന്നെ വേണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. I want you. I want you. എന്നാ സ്റ്റാർട്ട് ചെയ്താലോ? എന്തൊരു തലവേദന. ഇതെന്താ? അയ്യോ, എന്റെ ഡ്രസ്സൊക്കെ എവിടെ? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ എവിടെയോ കണ്ടു മറന്നൊരു മുഖച്ഛായ. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എനിക്ക് അയ്യോ
വൈക്കിയുടെ ബ്രദർ അല്ലേ? സീനിയറിന് ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വന്നല്ലോ. സീനിയർ, how old are you? I'm 18 years old. 18 years ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയന്റെ ഒപ്പാണോ ഞാൻ? അത് 18 വയസ്സായിട്ട്. അയ്യേ, ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം സീനിയർ ഏറ്റെടുക്കണം കേട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈമാ. അതൊന്നും പറ്റില്ല. ഇവിടെ വെച്ച് തീർന്നല്ല. നീ ആരോ ഞാനാരോ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയാനില്ല. എനിക്ക് ക്ലാസ്സിൽ കയറണം. ബൈ. സീനിയർ റെസ്പോൺസിബിലിറ്റി. നീ ആരെ ചെറുക്ക? എനിക്ക് അറിയത്തില്ല. അയ്യോ, ഇവിടെ എനിക്ക് എന്റെ ഫസ്റ്റ് ടൈമാ. അപ്പോഴവന്റെ റെസ്പോൺസിബിലിറ്റി. നന്ദു, നീ ഇത് എവിടെയായിരുന്നു? നിന്നെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതിരിക്കായിരുന്നു ഞങ്ങള്. ഇന്ന് രാത്രി ഒന്നും നീ വന്നില്ലല്ലോ അങ്ങോട്ട്. അത് എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നല്ലടാ. അതാ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലിരുന്ന്. ആരുടെ വീട്ടില്? വൈകിയുടെ വീട്ടിലായിരുന്നു നീ? അല്ല, നിന്റെ മുഖത്ത് എന്തൊരു വാട്ടം. ഏയ്, നിനക്ക് തോന്നുന്നതായിരിക്കും ഷിമ. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. നന്ദു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ. എനിക്ക് മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് എങ്ങനെ ആ കൊച്ചു ചേർക്കാൻ എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാനിനി എങ്ങനെ അവിടെ മുഖത്ത് നോക്കും? ഈനാമ്പേച്ചി മരപ്പെട്ടി എന്ന് നിൽക്കുന്നുണ്ടോ? ഞാനും ഉണ്ട് കൂടെ. ഈനാമ്പേച്ചി മരപ്പെട്ടിക്ക് ആളായി. അപ്പൊ നീ ഏത് വിഭാഗത്തിൽ പെടും? ഞാൻ മനുഷ്യനായിട്ടും രണ്ട് മൃഗങ്ങൾക്കൊപ്പം ജീവിക്കുന്നത്. ഗുഡ് മോർണിംഗ് സീനിയർ. സീനിയർ എന്താണ് ഇന്ന് ഇട്ടിട്ട് പോയില്ലെന്നത്? ഇവൻ എന്താ ഇവിടെ? ഇവനെ കാണുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു വെപ്രാണ്, ഒരു നാണൊക്കെ. ചിക്കൻ. എന്ത് സീനിയർ ഇത്? എവിടേക്ക് പിറകിലോട്ട് പോകുന്നത്? നിക്ക് സീനിയർ, ഞാനൊന്ന് പറയട്ടെ സീനിയർ. ഇത് ശരിയാവില്ല. ഇപ്പൊ ഓടിക്കോ സീനിയർ. എവിടെ വരെ ഓടി നോക്കാം. ഇവളിപ്പോ എന്തിനാ ഇവിടെ ഓടിപ്പോയത്? ഈ ചെറുക്കൻ ഇവിടേക്ക് എങ്ങനെ അറിയാം? എനിക്കൊന്നും അറിഞ്ഞൂടാ. നന്ദു, നീ പിന്നെയും വന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ ശല്യം ചെയ്യരുത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല നന്ദു. നീ എന്നെ കാണാൻ ആര് വന്നു? എന്നെ ഈ ലൈബ്രറി നിനക്ക് തീരെ തന്നിട്ടൊന്നുമില്ലല്ലോ. ആരിപ്പോടാ അവിടുന്ന്? എങ്ങോട്ട് ഓടി പോകുന്ന അറിയില്ല. അപ്പോഴാ അവന്റെ വക. നീ എന്തിനാ അവിടുന്ന് ഓടിപ്പോയത് നന്ദൂസേ? അത് ആരാ ചെറുക്കൻ? എനിക്കറിഞ്ഞൂടാ. പെട്ടെന്ന് മുന്നിൽ വന്ന് സീനിയർ എന്നൊക്കെ വിളിച്ച് എന്തൊക്കെ പറഞ്ഞു തുടങ്ങി. അതിനെന്തിനാ നന്ദു നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതും നാണിക്കുകയൊക്കെ ചെയ്യുന്നേ? എന്തോ ഉണ്ട്. ആ ചെറുക്കനെ നിനക്ക് അറിയായിരുന്നില്ല. ഞങ്ങള് കണ്ടുപിടിച്ചോളാം. സീനിയർ ഗുഡ് ഈവനിങ്. ഇവനോ? അയ്യോ, എങ്ങോട്ടോടും ഞാൻ? സീനിയർ ഓടരുത്. ഓടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം ചേച്ചെടുത്ത് പറയും. എന്താണ്? നിനക്ക് എന്താ വേണ്ടത്? അങ്ങനെ വഴിക്ക് വാ. സീനിയറിനൊന്നും തോന്നരുത്. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് സീനിയറിനെ വീണ്ടും ഒന്നും വേണം. ചെറുക്ക, ഒരബദ്ധം പറ്റി. അതും പറഞ്ഞ നീ വീണ്ടും അത് മുതലെടുക്കാൻ വരരുത്. കോളേജായി പോയി. ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ. ഒന്നും ചെയ്യില്ല സീനിയർ. അങ്ങനെയല്ല, എനിക്ക് ഒന്നും കൂടി മേടിച്ചാൽ ലൈഫ് ടൈം എനിക്ക് വേണ്ടത് അത്. ഐ റിയലി ലൈക്ക് യു. ഐ റിയലി ലവ് യു. വിൽ യു മൈ ഗേൾ ഫ്രണ്ട്? ഒന്ന് പോ ചെറുക്ക, വെറുതെ ഓരോന്ന് പറയാതെ. അയ്യോ, ഫോൺ. ഇവളെന്താ? ഹലോ, ഞാനാ മോളസി. വൈകു. സീനിയർ മിണ്ടാതിരിയടാ. വൈകു, പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നോടാ. ഞാൻ നിന്റെ വിശേഷം ചോദിക്കാനില്ല. ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ വിളിച്ച് വരുന്നല്ല. എൻ്റെ ബ്രദർ ഉണ്ടല്ലോ, വൈഭവ്. അവൻ എവിടെയോ ഫസ്റ്റ് ഇയറിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഓ അതെയോ? ഞാൻ അറിഞ്ഞില്ലടാ. നൈസ്, നല്ല കാര്യം. നല്ല കാര്യമൊക്കെ തന്നെ.
അവന്റെ സ്വഭാവേ അത്ര അങ്ങ് പോരാ. അവിടെ ഇവിടെയൊക്കെ ചെന്ന് തല്ലുണ്ടാക്കുന്നതാ. എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ നീയല്ലേ ഉള്ളൂ. നിന്റെ കോളേജിലായതുകൊണ്ട് എനിക്ക് സമാധാനം. നീ അവനെ നോക്കണേ. ഞാൻ തന്നെ നോക്കണല്ലേ? പിന്നെന്താ, നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. അവന്റെ മീതെ എപ്പോഴും നിന്റെ കണ്ണുണ്ടാവണം. അതിനെന്താ, ഞാൻ ശ്രദ്ധിച്ചോളാം. തിരക്കായോ? ഓക്കെ ഓക്കെ, ബൈ. ആരാ? അവളായിരുന്നു വിളിച്ചത്? എന്തു പറഞ്ഞു? നീ വലിയ പ്രശ്നക്കാരനാ. എന്റെ ഒരു കണ്ണ് നിന്റെ മീത വേണമെന്നാ അവള് പറഞ്ഞത്. പക്ഷെ അവൾക്ക് അറിയില്ലല്ലോ നിന്റെ 2 കണ്ണും ഇപ്പൊ എന്റെ മീതയാണെന്ന്. ഓഹോ, അങ്ങനെയാണോ? അപ്പോ അവൾക്ക് ഈ കാര്യം അറിയില്ലല്ലോ. സീനിയർ മൊത്തത്തിൽ എന്നെ അങ്ങ് എടുത്ത വിവരം. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇപ്പൊ പറഞ്ഞു ഈ എന്റെ പിറകെ വന്നേക്കരുത്. സീനിയർ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. സിന്ധു, നീ എന്താ ഇരുന്ന് എഴുതുന്നേ? കുറെ നേരായല്ലോ തുടങ്ങിയിട്ട്. നമ്മുടെ പുന്നാര മോളെ ഓൺലൈൻ വഴി മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതുന്നേ. 1 മാസത്തിൽ എത്ര സാധനം അവളെ മേടിച്ചു കൂട്ടുന്നെന്ന് അറിയോ? അത് കൊള്ളാലോ അമ്മേ. ഞാൻ മേടിക്കുന്നതിനൊക്കെ കണക്ക്. അമ്മയുടെ പുന്നാരമ്മ മേടിക്കുന്നതിന് ഒരു കണക്ക് എഴുതുന്ന കാണുന്നില്ലല്ലോ. അമ്മ നല്ല പൈസ കൊടുക്കുന്നുണ്ട്. അച്ഛൻ, ഞാൻ ഈ കമ്മല് മാത്രമേ മേടിച്ചുള്ളൂ. അവൻ നിന്നെ പോലെ മേക്കപ്പിന്റെ സാധനങ്ങളൊന്നും മേടിച്ചല്ല കാശ് കളയുന്നു. ആവശ്യത്തിന് വേണ്ടിയിട്ടാ. നീ ഈ കമ്മലിന് എത്ര ജോഡി മേടിച്ചു വെച്ചേക്കുന്നു? അമ്മ അവന് ഒരുപാട് ന്യായീകരിക്കണ്ട. അവനൊരു ആണായതുകൊണ്ട് അവന് മേക്കപ്പ് സാധനങ്ങൾ വേണ്ട. ഞാനൊരു പെങ്കുച്ചായതുകൊണ്ട് എനിക്ക് വേണം. അതിന് ഇത്ര വലിയ തെറ്റുണ്ട് അച്ഛാ? ഒരു തെറ്റില്ല. തെറ്റുണ്ടല്ലോ. ഇതിനെ തല്ലി കൊന്നാലും ചാവില്ലെന്ന് തോന്നുന്നുണ്ട്. 100 ആയുസാ. നിന്റെ തല മണ്ണി കുത്തലടി, ഞാൻ ചാവത്തുള്ളൂ. എന്റെ തല മണ്ണി കുത്തി തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്നല്ലേ. നീ പനയല്ല, അതിനപ്പുറം വളരും. എടി, ഒരുപാട് വേണ്ട. നിങ്ങളുടെ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ബോയ് ആയതുകൊണ്ട് മെഡിക്കൽ സാധനങ്ങൾ വേണ്ടെന്ന്. അതുകൊണ്ടല്ലടി, എനിക്ക് സൗന്ദര്യമുണ്ട്, നിനക്ക് സൗന്ദര്യമില്ല, അതുകൊണ്ടാ. സൗന്ദര്യത്തെ തൊട്ട് കളിക്കുന്നവരാ. നിനക്ക് എന്തുണ്ടെന്നാ? 2 നിർത്തുന്നുണ്ടോ? കണ്ടുകഴിഞ്ഞാ കീരിയും പാമ്പാ. 2 ദിവസത്തേക്കല്ലേ വീട്ടിൽ നിൽക്കാൻ വരുന്നത്. അപ്പോഴിങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നിങ്ങൊന്ന് സംസാരിച്ചൂടെ? അതിന് ഞങ്ങള് തമ്മിൽ എന്താ പ്രശ്നം? അമ്മ ചൂടാവാൻ മാത്രം. ഞങ്ങള് തമ്മിൽ ഒരു പ്രശ്നമില്ല. അല്ലടാ അനിയ, ഇവൻ എന്റെ പൊന്നാര അനിയനല്ലേ? അതെ, നീ എന്റെ പൊന്നാര ചേച്ചി. ഡേയ് ബൗബൗ, ഡേയ് ബൗബൗ, എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു? നീ എന്താ പൊട്ടനായോ? ചെവി കേട്ടൂടെ? പൊട്ടനിന്റെ എന്റെ ഒരു സന്ദേഹമാണല്ലോ അല്ലേ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്? അമ്മേ, ഈ നായനൊക്കെ വീട്ടിൽ കയറ്റിയത് എന്തിനാ? കുറെ നേരെ ബൗബൗ പറഞ്ഞ് നടക്കുന്നു. ഇതെന്നെ ഉദ്ദേശിച്ച് മാത്രം. അതെടി, നിന്നെ തന്നെ. എന്നെയാണോ നീ വിളിച്ചു? അതേന്ന് പറഞ്ഞില്ലേ? അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താണെന്നല്ലേ? നിന്നെ ഞാനേ ശരിയാക്കി തരാ. അരപ്പേര് നിന്റെ ലൂസ്, അത് ശരി. തുടങ്ങി 2 കൂടി വീണ്ടും. ദേ, ഞാൻ അങ്ങോട്ട് കേറി വന്ന 2 നേരെ കിട്ടും. ഇല്ല അമ്മ, ഞങ്ങള് തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങള് തമ്മിൽ പ്രശ്നമില്ല. നീ എന്തിനാ അങ്ങോട്ട് വന്നത്? നീ പഠിക്കാൻ പോകുന്ന കോളേജിലാ എന്റെ ഫ്രണ്ടും പഠിക്കുന്നത്. അളകനന്ദ, നിന്റെ സീനിയറാ. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നന്ദന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാ അവളെ തന്നെ വിളിച്ച് അറിയിക്കും. നിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ അവളടുത്ത് പറഞ്ഞിരിക്കണേ. ഇത് പറയാനാണോ ഇതൊക്കെ ഞാൻ മുന്നേ അറിഞ്ഞതാ? മുന്നേ അറിഞ്ഞതാണോ? എപ്പറഞ്ഞു? മുന്നേ അറിഞ്ഞതെന്നല്ല, ഒന്ന് ഇറങ്ങി പോവെന്ന് പറഞ്ഞതാ. പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഗെറ്റ് ഔട്ട്. ഇവിടെ കയറി താമസിക്കാൻ വന്നോന്നല്ല ഞാൻ. കാര്യം പറഞ്ഞ് ഞാൻ പോവുക. അവന്റെ ഒരു അഹങ്കാരം. അളകനന്ദ, my lovely girl, senior. അമ്മ, ഇനി യാത്രയില്ല. ചെറുക്ക് വീഴും. ഇവനെ കൊണ്ട് ഒരബദ്ധം പറ്റിപ്പോയച്ച. അബദ്ധം പറ്റിയത് എനിക്കല്ലടാ, നിന്നൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട്. വാഴ വയ്ക്കുന്നല്ലേ ഇതൊക്കെ ഒരുപാട് ട്രെൻഡിങ് കഴിഞ്ഞത് അച്ഛാ. വേറെ ഏതെങ്കിലും മറ്റുപിടി പണ്ട് പറഞ്ഞതായാലും അതന്നെ ശരി. വാഴ വെച്ചാൽ മതിയായിരുന്നു. വാഴ വെച്ചാലും എന്ത് വെച്ചാലും ഇടുന്ന വിത്തിന്റെ ഗുണം പോലെ ഇരിക്കും അതിന്റെ കായ്പോലും. ഓ നമിച്ച് ഞാനില്ലേ എന്ന് തന്നെ വേണം പറയാൻ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി എടുത്ത് പോകുന്നൊക്കെ കൊള്ളാം.
വണ്ടി എവിടെയെങ്കിലും ചെന്ന് കയറ്റി എനിക്ക് പണി മേടിച്ചു തരരുത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നുള്ള പണി താങ്ങാൻ വയ്യ. ഇത് പുറത്തുനിന്നോടും കിട്ടാളാവതില്ല എനിക്ക്. എന്നോട് അപ്പഴേ പറഞ്ഞതാ ഞാൻ കാറൊന്നും മേടിച്ചു കൊടുക്കണ്ടെന്ന്. ഇനിയിപ്പോൾ ആദ്യം കയറിയിട്ട് എന്താ കാര്യം? എൻ്റെ മനസ്സിനകത്ത് തീയായിരുന്നു നീ വരണ വഴിക്ക്. ഇത് നോക്ക്, കാറൊക്കെ ഓടിച്ചുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ രാസ്താതിപ്പൊടി ഇടാൻ മറക്കരുത്. ഹോസ്റ്റലത്തെ വെള്ളമല്ലേ, നന്നാവത്തില്ല. പിന്നെ ഈ വെള്ളം എന്ത് ചെയ്യണ്ടല്ലോ, കോളേജിൽ അടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. അമ്മയ്ക്കറിയാം നീ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ നല്ല ഫുഡേ കഴിക്കാവൂ കേട്ടോ, പുറത്തൊന്നും കഴിക്കരുത്. അമ്മേ, നിങ്ങൾ എന്നെ 10 മാസം തന്നെ എൻ്റെ വയറ്റിൽ ചുമന്നത്, അതോ 2 മാസമാണോ? അവനോടുള്ളൊരു പരിഗണന പോലെ എൻ്റെ അടുത്തില്ലല്ലോ. ഞാൻ അവൻ്റെ ഒപ്പം പോവാൻ നിൽക്കല്ലേ? എന്നോടൊന്ന് സൂക്ഷിച്ചു പോണെന്ന് പറയുന്നില്ലല്ലോ. വൈകു, നിന്റെ കാര്യം നിനക്ക് നോക്കാൻ അറിഞ്ഞൂടെ? നിന്നെ പോലെയല്ലല്ലോ അവൻ, നിന്നെക്കാട്ട് ചെറുതല്ലേ? അയ്യ, അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നുമല്ലോ അവൻ എന്നെക്കാട്ട് 12 വയസ്സിന് താഴെയാണ്. ആകെ 2 വയസ്സിന് ഡിഫറൻസ് ഞങ്ങൾ തമ്മിലുള്ളൂ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴാണ് ഈ തർക്കം. വെറുത്തുന്നുണ്ട് എല്ലാവരും. മോളെ, നീ സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാ. അമ്മ പറയണ കണക്കാക്കണ്ട. അമ്മയ്ക്ക് എപ്പോഴും അവൻ ഒക്കത്തിരുന്ന് കുപ്പിപ്പാല് പിടിക്കുന്ന കുട്ടിയാ. അവൻ ഒന്നാമതേ പക്വതയായിട്ടില്ല. നീ അത് വിട്. എടാ, നീ എന്നെ കോളേജിൽ തന്നെ ഇറക്കണം, എന്നെ ഹോസ്പിറ്റലാക്കരുത്. നീ പേടിക്കാതിരിക്കടി വൈകു. ഈ വൈഭവനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. നീ സൂക്ഷിച്ചു പോണം കേട്ടോ. ബൈ. കോളേജിലെത്തിയിട്ട് എന്നെ വിളിക്കണേ. ഓക്കെ. Today's lesson is understand all. Okay, as a best lesson. ഇങ്ങേരിത് എന്തുട്ടത്? ചോദ്യം അങ്ങേര് തന്നെ ചോദിച്ചു, ഉത്തരം അങ്ങേര് തന്നെ പറയുന്നു. എനിക്ക് ഇയാളുടെ അടുത്തൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങേരെ എടുക്കുന്ന അങ്ങേർക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പിന്നെയാണ് നമുക്ക്. ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണത്തിന് മനസ്സിലായിട്ടില്ല, അത് ഉറപ്പാ അല്ലേ നന്ദു? അളകുന്നുണ്ടോ? ഞാൻ എന്താ ഇവിടെ ഫണ്ണി ജോക്ക് വല്ലതും പറയുന്നുണ്ടോ? തന്നിരുന്ന് ചിരിക്കാൻ. സോറി സർ, ഡോണ്ട് റിപ്പീറ്റ് അഗൈൻ. സോറി സർ. നന്ദു, എനിക്കിത് എന്ത് പറ്റി? ക്ലാസ്സിലിരുന്ന് ചിരിക്കുന്നേ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ കുഴപ്പമുണ്ട് നിനക്ക്. എന്തോ കുഴപ്പം? സിന്ധു, നിനക്ക് വെറുതെ തോന്നുന്നതാ. നീ ക്ലാസ്സിൽ സ്ഥിതിക്ക് ഇനി സാറ് കണ്ട അതിനെ വഴക്കേക്കും. എടി, ഈ പീരീഡ് കഴിഞ്ഞു. എന്റെ നന്ദു, ശരിക്കും നീ വേറെ ഏതോ ലോകത്താ. നീ എന്തായാലും ഹോസ്റ്റലിലേക്ക് വാ, ശരിയാക്കി തരാം. സീനിയർ, വീണ്ടും നീയോ? ഓടാൻ നോക്കണ്ട, നമുക്കൊരു കോഫി കുടിക്കാം. കോഫി എനിക്ക് കുടിക്കാൻ പാടില്ല, അലർജിയാ. നീ തന്നെ പോയി കുടിച്ചോ. ബൈ. എപ്പോ മുതലേ? ഇപ്പൊ മുതലേ, ഇന്ന് രാവിലെ 8 മണി മുതൽ. നിന്റെ ഐഡി. എനിക്ക് ഒറ്റയ്ക്ക് കോഫി കുടിക്കാൻ താല്പര്യമില്ല. ഇങ്ങ് വാ എന്റെ സീനിയറെ. ഒന്ന് വേം വാ എന്റെ സീനിയറെ, സമയം പോകുന്നു. ഇരിക്കാതെ. ഷിമ, സിന്ധു, അതാരാ ആ ചെറുക്കൻ? ഞാൻ ആദ്യമായിട്ടാണല്ലോ അവനെ കാണുന്നത്. അറിഞ്ഞിട്ട് എന്ത് വേണം? നിനക്ക് നിന്റെ ജോലിയുടെ കാര്യം നോക്കിയാ പോരെ? നന്ദ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവള് ഏതോടത്തിന്റെ കൈ പിടിച്ച് പോകുമ്പോ എനിക്കറിയണല്ലോ അവൻ ആരാ എന്താന്നുള്ളത്. ഓ, ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ അതവളുടെ ബോയ് ഫ്രണ്ടാ. വിശ്വസിക്കാൻ പറ്റുന്നോണ. ഇത്ര നാൾ എന്റെ പുറകെ നിറഞ്ഞിരുന്ന പെണ്ണിന് പെട്ടെന്ന് ഒരു ബോയ് ഫ്രണ്ട്. എന്നെ ജലസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. നിന്നെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അവൾ അവളുടെ ജീവിതത്തിൽ മൂവ് ഓൺ ആയി. നീയായിട്ടാണ് അവളെ തേടി വരാതിരുന്നാ മതി. എന്തു പറഞ്ഞത് കുറച്ച് കൂടിപ്പോയില്ലേ? ഇതെങ്ങാനും നന്ദു അറിഞ്ഞു കഴിഞ്ഞാ ഒന്ന് മിണ്ടാതിരിക്കണേ. ഇവനോട് ഇങ്ങനെ തന്നെ പറയണം. പിന്നെ ഇവനെ ആലോചിച്ചുകൊണ്ട് അവൾ ഇനി കരഞ്ഞു മുങ്ങിയിരിക്കുന്നായിരിക്കും. ഓ, അവന് വിശ്വാസം വരുന്നില്ല അത്ര. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്താ സീനിയറെ, 2 അടിച്ചാലോ? ഇത് കോഫി ഷോപ്പ് ആൻഡ് ഐസ്ക്രീം പാർലർ അല്ലേ? ഇവിടെ അതിന് അതൊക്കെ കിട്ടുമോ? അപ്പൊ ആഗ്രഹമുണ്ട്, ഞാൻ സാധിപ്പിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വേണ്ട വേണ്ട, എനിക്ക് ആഗ്രഹമൊന്നുമില്ല. സീനിയറിന് എന്നെ ഇഷ്ടപ്പെട്ടാലെന്താ? എന്നെ കാണാൻ കൊള്ളില്ലേ? അതുകൊണ്ടാണോ എന്നെ റിജക്റ്റ് ചെയ്യുന്നത്? അയ്യോ, കാണുന്നില്ല യങ്സ് അല്ലേ, അതുകൊണ്ടല്ല. നമ്മുടെ ഏജ് ഡിഫറൻസ് 2 വയസ്സിനുള്ള ഡിഫറൻസ് അല്ലേ? അത് വലിയ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. അന്ന് എന്നോട് ഇഷ്ടമല്ലാതാണോ എൻ്റെ കൂടെ? അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മൾ തമ്മിൽ ചേരില്ല. താൻ എൻ്റെ ടൈപ്പ് അല്ല. സീനിയർ മേഡത്തിന്റെ ടൈപ്പ് ഏതാ? രാമോ? അതെങ്ങനെ നിനക്കറിയാം? ഈ കോളേജിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്.
സീനിയർ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ലവ് ഇല്ലായിരിക്കും, ബട്ട് യു ലൈക്ക് മീ. എൻ്റെ ഗേൾഫ്രണ്ട് ആവണമെന്ന് ഞാൻ ഇപ്പം തന്നെ പറയുന്നില്ല. എന്നാലും നമുക്കൊന്ന് ഡേറ്റ് ചെയ്തൂടെ? ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടാലോ? വൈവന്റെ മനസ്സിലൊരു ഹോപ്പ് ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't care anything, Senior. I want you. I want you every day, every time, every moment. I want some time spent with you. Please consider me, Senior. എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായാൽ മതി. ആ നിമിഷങ്ങൾ മാത്രം കൊണ്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാം. അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ഞാനെല്ലാം എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറയും. Are you crazy? നിന്റെ ഈ ഡയലോഗ്സ് ഒക്കെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് അലിഞ്ഞു പോയി. പക്ഷെ നീ ലാസ്റ്റ് പറഞ്ഞത് സീനിയർ, അളകുന്നന്ത, അളക. ഞാൻ ഓരോ വാക്കും പറഞ്ഞത് എൻ്റെ മനസ്സിൽ തട്ടി തന്നെയാണ്. താൻ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. താൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം ഞാൻ എന്ത് വഴി വേണമെങ്കിലും സ്വീകരിക്കുന്ന. അളക, ഐ വാണ്ട് യു അളക. നിൻ്റെ കൂടെ അന്ന് ചിലവഴിച്ച ആ മൊമെൻറ്റ്സ് അതെന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിൻ്റെ ചിക്സ്, ലിപ്സ്, നിൻ്റെ ബോഡിയിലെ ഓരോ പാർട്സും. എന്തൊക്കെ പറയുന്നത്? ഇത് കോഫി ഷോപ്പ്. അളക, നിൻ്റെ ബോഡീനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിൻ്റെ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, അതാ എന്നെ നിന്നിലേക്കുള്ള പ്രണയത്തെ വഴിയൊരുക്കിയത്. ഒരുപാട് എനിക്കിഷ്ടമാണ് നിന്നെ. അളക, വന്ന് വണ്ടി കയറി. നന്ദൂസ് കുറെ നേരമായാലും ഫോണിൽ നോക്കിയിരിക്കുന്നു. ഞാനും ശ്രദ്ധിച്ചു. ഈ നന്ദു എന്തുവാ? എന്താ വിളിച്ച സിന്ധു? നിങ്ങൾ രണ്ടുപേരും ഇതിലോട്ട് ഉറങ്ങിയില്ലായിരുന്നോ? ഞങ്ങൾ ഉറങ്ങിക്കോളാം. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് നീ തുറന്ന് പറയും. കുറച്ച് ദിവസമായിട്ട് നീയല്ലാതെ നടക്കുന്നേ. അയ്യോ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ഓക്കെയാണ്. നിങ്ങൾ രണ്ടുപേരോട് എത്രാമത്തെ പ്രാവശ്യം ഞാൻ പറയുന്നു? എന്തോ പറ്റിയിട്ടുണ്ട്. നീ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാം. എനിക്ക് പറയാൻ തോന്നുമ്പോ പറയുന്ന. ഞാൻ ഷിമോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ? നീ അതിന് ശരിയായൊരു മറുപടിക്ക് തരുമോ? നീ ചോദിക്കും പോലെ. അതെ, നിനക്കൊരു അനിയനില്ലേ? നിന്റെ അനിയൻ്റെ നിന്റെ ഒപ്പം പഠിക്കുന്ന നിന്റെ ഫ്രണ്ട് ഫിസിക്കലായിട്ട് ഇൻറ്റിമേറ്റ് ആയി കഴിഞ്ഞാൽ, എന്നിട്ട് അനിയൻ ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന നിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അടിച്ച് ഞാൻ അവിടെ കാരണം പോകിക്കും. ഹൈസ്കൂൾ പോലും കഴിയാത്ത എൻ്റെ അനിയൻ്റെ ഒപ്പം അവൾ ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവും. ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്ത കൊല്ലും ഞാൻ അവളെ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിന്റെ അനിയൻ്റെ ഒരു 18 വയസ്സ് കഴിഞ്ഞെന്ന് വിചാരിക്കേ. അപ്പോഴോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ നീ ഇപ്പൊ വെർജിനല്ല അല്ലേ? എന്റെ സ്റ്റോറിയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സംഭവിച്ചു പോയി. ആ ഒരു നിമിഷം വേണ്ടാന്ന് മനസ്സിന് പോലും തോന്നിപ്പോയില്ല. എടി ഭയങ്കരി കള്ളി, നീ കൊള്ളാലോ. എല്ലാം മനസ്സിൽ വെച്ചിട്ട് നീ റാമ് കാരണം എങ്ങനെ നടക്കുന്നത് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മോള് വിഷമം കൊണ്ടല്ല, ഉള്ളിലെ സന്തോഷം കൊണ്ടാണല്ലേ. സന്തോഷോ? അതൊന്നുമില്ല. പറഞ്ഞത് കേട്ടില്ല. സമ്മതിക്കൂല. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞങ്ങൾ തമ്മിൽ അന്നങ്ങനെ നടന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അവനോട് എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. അത് പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അറിയില്ല. റാമിൻ്റെ പിറകെ നടന്ന് അവൻ്റെ മുന്നിൽ അപമാനിക്കപ്പെടലും മറ്റുള്ളവരെ മുന്നിൽ നാണം കിടലൊക്കെ ഉണ്ടായതല്ലേ എനിക്ക്. അതുകൊണ്ടാണോ എന്നറിയില്ല. വൈഭവ് എന്നെ സ്നേഹിക്കുമ്പോഴും എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുമ്പോഴും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവനിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ട് ഞാൻ. പറഞ്ഞു വരികയാണെങ്കിൽ എൻ്റെ കംഫർട്ട് സോണാണ് അവൻ. നിനക്കിഷ്ടമാണെങ്കിൽ വിട്ട് കളയണ്ട മോളെ. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അത് ശരിയാ. നിനക്കിഷ്ടമാണെങ്കിൽ അവനോട് എസ് പറഞ്ഞേക്ക്. ഞങ്ങൾ എന്തായാലും ഫുൾ സപ്പോർട്ട് അതിന്. താങ്ക് യു ഗൈസ്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നാളെ ഒരു ഡേറ്റിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അങ്ങനെ. ഡേറ്റിംഗ് പ്ലേസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താലോ?
ടൈം ഒരുപാടായല്ലോ, ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. ഏയ് ബൗ ബൗ, നീ എന്താടി ഇവിടെ? ഓ വീടടി, ശ്വാസം മുട്ടുന്നു. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വന്നതല്ലേ, നീ സർപ്രൈസ് ആയില്ലേ? ഇനി ഒരാൾക്കും കൂടി ഉണ്ട്. അയ്യോ താ വരുന്നു, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓ വല്ലാത്തൊരു സർപ്രൈസ് ഈ പെണ്ണെക്കുടിന്. സീനിയർ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യ? നീ വിളിച്ച് വൈകു, നീ എന്റെ നന്ദുട്ടി. ഞാൻ ഈ വഴിക്ക് ലൈബ്രറിക്ക് പോവായിരുന്നു, നിന്നെ കണ്ടിട്ട് സർപ്രൈസ് ആയി പോയി. നീ എന്താ എന്റെ അടുത്ത് ഇന്നലെ വിളിച്ചപ്പോ പറയാഞ്ഞേ? ഇതിനല്ലേ സർപ്രൈസ് എന്ന് പറയുന്നേ? വിളിച്ചു പറഞ്ഞിട്ട് എങ്ങനെ സർപ്രൈസ് ആവുന്നേ? വൈഭവനെന്ത് പറ്റി? നീ പരിചയപ്പെട്ടില്ലല്ലോ, ഇതാ എന്റെ അനിയൻ. ഞാൻ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചില്ലേ, എന്റെ ബൗബൗ. ഇവിടെ വാടാ. ഹലോ വൈഭവ്. ഹായ്. കുറെ നാളെയല്ലേ നന്ദു കണ്ടിട്ട്, നമുക്ക് പോയി അടിച്ചു പൊളിക്കാം. ബൗബൗ നീയും കൂടെ പോരെ, ഞങ്ങളുടെ ഷോപ്പിംഗ് ബാഗ് എടുക്കാൻ ആള് വേണ്ടേ? കയ്യും കാലും പിടിച്ചൊരു ഡേറ്റ് ഒപ്പിച്ചതാ, അത് ഇങ്ങനെയായി. പോഷാണത്ത് കൃമി. ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ എന്തിനാ ഞാൻ നിൽക്കുന്നത്? ഇത് രണ്ടും ഡേറ്റിന് വന്നതാണോ? ഞാനിപ്പോ ഇതിലാരാ? ഒന്ന് നിക്ക്, ഞാനുണ്ട്. ആ ശരി അമ്മേ, എന്നാ ഓക്കെ ഓക്കെ ബൈ. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ വൈഭവ്, അവൻ വരും. ഹലോ ഹലോ. എങ്ങനെ അളകേനൊന്ന് ഒറ്റയ്ക്ക് കിട്ടുക? ഉടുമ്പിനെ പോലെ ആള് പിടിച്ചിരിക്കുന്നത്. ഞാനിവിടെ മുന്നേ വന്നിട്ടുണ്ട്, നീ വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല. ദേ നോക്കി, അറ്റത്തേക്ക് നോക്ക്, ആ കപ്പലൊക്കെ നല്ല രസമല്ലേ? ഇതെന്താ എന്നൊന്നും നോക്ക് പോലും ചെയ്യാത്തെ? ഞാൻ കാരണല്ലല്ലോ. അയ്യോ വയറ്. നന്ദു നീ ഇവിടെ നിക്ക്, ഞാനെന്നേ ബാത്റൂമിലൊന്ന് പോയിട്ട് വരാം. വൈഭവനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ദേഷ്യപ്പെട്ടിരിക്കുന്ന എന്തിനാ? ഇന്നത്തെ ഒരു ദിവസമല്ലേ, ഇനി ഉണ്ടല്ലോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മതി മാഡം. ഓ താങ്ക് യു സോ മച്ച്. യു ആർ വെരി ഹോട്ട് ആൻഡ് ഹാൻസം. ജന്മന സൗന്ദര്യം കൂടുതലാണ്. താങ്ക് യു മാം. അയ്യോ നല്ല ടൈമിങ്. വഴി ചോദിച്ചു വന്നതാ ഞാൻ. വഴി അല്ല അളക, ഞാൻ അളക നിക്ക്, എൻ്റെ കൂടെ വാ. അളക നിക്ക്, എനിക്ക് പറയാനുള്ള കേക്ക്. വൈഭവ് മാറി നിക്ക്, വൈക്ക് വരൂ. അത് പോരാട്ട് ഇത് പബ്ലിക് പ്ലേസാ, വീട് എന്നെ. എത്ര നേരെയെന്നറിയോ ഇതുപോലെ തനിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആയിരുന്നു, അതിങ്ങനെ കോളായിപ്പോയി. ഐ എം സോറി. സീനിയറിന് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കൊരു ദേഷ്യമല്ല, ഞാൻ വിചാരിച്ചു വൈഭവ് എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന്. ഐ എം വെരി സോറി. സോറി പറച്ചിട്ട് നിർത്തിയിട്ട് ഈ അവസരം ഒന്ന് മുതലാക്കട്ടെ ഞാൻ. വൈഭവ് പുറത്തുനിന്നുള്ള ഫുഡ് തീരെ പറ്റുന്നില്ല, വയറ് നല്ല ബുദ്ധിമുട്ടായി. അല്ല നിന്റെ ചുണ്ടിന് എന്ത് പറ്റി? അത് ഉറുമ്പ് കടിച്ചതാ, വലിയൊരു ഉറുമ്പ് കടിച്ചു, അതാ ഇങ്ങനെ. അവൾ ഇന്നലെ തന്നെ പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവളെ വല്ല ചാക്കിലും കെട്ടിയിട്ട് വല്ല പുഴയിലും കൊണ്ട് ഒഴിക്കേനെ. ചുമ്മാ ആയിരിക്കും വൈഭവ്. നന്ദുസേ ദാ എഴുന്നേറ്റ്, കോളേജിൽ പോണ്ടേ നന്ദു? ഇത് പെട്ടെന്ന് എന്തിനാണ്
വെച്ച് കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങട്ടടേ. എങ്ങനെ നിന്റെ ഉറക്കം ശരിയാവാ? രാത്രി മുഴുവൻ ഫോണിലല്ലേ? മെസ്സേജിന്റെ ശബ്ദം കിണീനെ കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഉറക്കം വരുന്നില്ല. എന്താ നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളേ? അറിയുന്നില്ല എന്താ പറയാനുള്ളതെന്ന്. പക്ഷെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സമയം പോകുന്നത് അറിയുന്നില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഡിസ്റ്റർബ് ആവുണ്ടെങ്കിൽ സോറി. എന്തിനാണ് സോറിയൊക്കെ? ഞങ്ങൾക്ക് നിന്റെ കുറച്ച് സന്തോഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ വെക്കേഷൻ വരല്ലേ, അപ്പം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കാണും, എങ്ങനെ സംസാരിക്കും? വെക്കേഷനോ? അതിൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. നീ ഇനി അതിരുന്ന് ചിന്തിക്കാതെ പോയി റെഡിയാവാൻ നോക്കി, ഇല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് നമ്മൾ എത്തില്ല കേട്ടോ. ഏയ് നന്ദു, അഭിനയം നല്ല അടിപൊളിയാവുന്നുണ്ട് കേട്ടോ. അഭിനയോ? എന്താ അഭിനയത്തിന്റെ കാര്യ റാം ഈ പറയുന്നത്? എന്തിനാ നന്ദു എന്റെ മുന്നിൽ വീണ്ടും ആക്ട് ചെയ്യുന്നത്? എന്നെ ചെലച്ചടിപ്പിക്കാൻ വേണ്ടിയും എന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ആ ജൂനിയർ ചെക്കന്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നത്? റാം തെറ്റിദ്ധരിച്ചതാ. ഞങ്ങള് തമ്മിൽ ശരിക്കും ഡേറ്റിങ്ങിലാ. എനിക്ക് റാമിനെ ചെലച്ചടിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? നന്ദു, ഇത് തമാശയല്ല. ഞാൻ മുന്നേ പറഞ്ഞതാ എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നും ഇല്ലെന്ന്. പിന്നെ നീ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഓരോ അപകടത്തിൽ ചെന്ന് ചാടരുത്. നീ എത്രയായാലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? റാം, നിന്റെ കെയറിംഗ് ആയിട്ടുള്ള ഈ സംസാരം ഒന്ന് നിർത്തൂ. ഇത്ര നാളും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇത് പൊട്ടിമുളച്ചിട്ട് എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുമ്പോഴേ എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല. ഏയ് സീനിയർ, അളക, ബേബി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നാളെ രാവിലെ വീട്ടിലേക്ക് പോകണമെന്ന് അറിഞ്ഞൂടെ? ഐ റിയലി മിസ് യു ആൻഡ് ഐ റിയലി ലവ് യു. അളക, ബേബി, ആർ യു ഓക്കെ? സീനിയർ, എന്തു പറ്റി? എന്താളക, എന്നാ നമുക്ക് പോയാലോ? നന്ദു, റാം കയ്യിന്ന് വിട്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കോളേജിൽ. ഈ ഫ്ലാറ്റ് ഇതാരടിയാ? ഞങ്ങളുടെ തന്നെയാടാ. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ മാത്രമേ ഇവിടെ വന്നിക്കുള്ളൂ. ഞാനിവിടെ ഒറ്റയ്ക്ക് നാശാവെന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിലാക്കിയത്. എന്താ ഈ കാണിക്കുന്നേ? അത് ഞാനല്ലേ ചോദിക്കേണ്ട സീനിയർ. കോളേജിൽ വെച്ച് എങ്ങനെ, എന്ത് പറ്റി? വൈബു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നാളെ നീ വീട്ടിൽ പോവല്ലേ? എത്ര ദിവസം കഴിഞ്ഞിട്ട് നീ കാണാം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നമുക്ക് റിയൽ കപ്പിൾ ആയിക്കൂടെ? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ സീനിയറെ ഞാൻ കാത്തിരുന്നത്. ഇപ്പൊ പറഞ്ഞത് ശരിക്കുള്ളതല്ലേ? എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടം. നിന്റെ കെയറിങ് അത് എന്നെ കൂടുതൽ നിന്നിലേക്ക് അടുപ്പിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ? നിന്റെ ശരീരത്തോട് എൻ്റെ ശരീരം ചേർക്കുന്നുണ്ടാവുന്ന ചൂട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അഴക, ഒരു റൗണ്ട് കൂടി പ്ലീസ്. ഇവൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ബാബു, ഗോഡ് വൈകു, നീ എന്താ ഇവിടെ ഈ നേരത്ത്? ഡ്രസ് ഇട്ടിട്ട് വാ രണ്ടും. പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. എനിക്ക് തന്നെ പേടിയാവുന്നു. നീ എന്താ ഒന്നും പറയാതെ ഈ നേരത്ത് ഇവിടെ? അറിയാണ്ട് വന്നോണ്ടാണല്ലോ ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റിയത്. എപ്പം മുതൽ തുടങ്ങിയതൊക്കെ? നന്ദു, നിന്റെ തന്നെ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. നിന്നെ വിശ്വസിച്ചിട്ടല്ലേ? വൈകു, വൈകു. വേണ്ട, അങ്ങനെ വിളിക്കരുത്. നീ കൂട്ടുകാരെ കൂടെ നിന്നിട്ട് ചതിക്കായിരുന്നല്ലേ? വൈകു, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കേ. ഇത് നിന്റെ നന്ദു തന്നെയാ. കൂടുതലൊന്നും എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. നീ വണ്ടിയുടെ കീ കാട്ട്. വണ്ടി ഞാൻ എടുത്തോളാം. നമ്മളിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോവാ. നാളേക്ക് കാത്തു വെക്കുന്നില്ല. ഇവിടെ ഹോസ്റ്റലിലാക്കുകയും ചെയ്യാം. ഇപ്പം മിണ്ടാതിരിക്കുന്ന പോലെ വീട്ടിലെത്തിയിട്ട് നീ ചെയ്യരുത്. നിങ്ങൾ രണ്ടെന്നാ ഇത്രയും വെളുപ്പം കാലത്തന്നെ ഇന്ന് രാത്രി എന്നെ അവിടുന്ന് പുറപ്പെട്ടോ? എന്തു പറ്റി?
ഇന്നലെ തന്നെ പുറപ്പെട്ടേച്ചാ, അതാ ഞങ്ങൾ ഈ നേരത്തെ എത്തിയത്. ഞാനൊന്ന് കുറച്ചേരം കിടക്കട്ടെ, ബാക്കി വിശേഷമൊക്കെ പിന്നെ. മോളെ അലക്കുന്നെന്താ? എന്തെങ്കിലും കഴിക്കാൻ വരുന്നുണ്ടോ നീ? വന്നപ്പോ മുതല് ഈ ഇരിപ്പാണല്ലോ, എന്താ പറ്റി? എനിക്കൊന്നുമില്ല അമ്മ, ചെറിയ തലവേദന. ഞാനൊന്ന് പോയി കിടക്കട്ടെ. എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ട അമ്മ. ടൈം ആവുന്നതേ ഉള്ളൂ, മോള് പോയി കിടന്നോളൂ. എന്തായാലും വെളിച്ചാവുന്നില്ലല്ലോ. പിന്നെ വേഗം എഴുന്നേക്കണം കേട്ടോ, വലുതും കഴിക്കണ്ടേ. അമ്മ അപ്പം പോവാണേ, മോള് വന്നാൽ മതി. ആ, മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്. ഇന്ന് എന്തായാലും വേണ്ട. ആ ശരി, ബൈ. ആ അക്ഷര, മോളെവിടെ? ഇന്നലെ റൂമിൽ കയറിയതാണല്ലോ അവള് വന്നിട്ട്. ഇതുവരെയായിട്ട് ഞാനൊന്ന് കണ്ടിട്ടില്ല എൻ്റെ കുട്ടീനെ. അവൾക്ക് തലവേദനയെന്നും പറഞ്ഞ് അവിടെ കിടക്കുക. എൻ്റെ മോൾക്ക് വയ്യെന്ന് നീ ഇപ്പോഴാണോടി പറയുന്നത്? ഇത് എങ്ങോട്ട് പോകുന്നു? ഇവിടെ നിക്ക്. അവൾക്ക് വയ്യാഞ്ഞിട്ട് കിടക്കല്ലേ, എന്തിനാ അവളെ ശല്യപ്പെടുത്തുന്നത്? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ടില്ലടി വന്നിട്ട്. എൻ്റെ കുട്ടിക്ക് വയ്യെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയോട് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത്? ഞാൻ അവളിപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം, ഞാൻ ശല്യം ചെയ്യത്തില്ല. നിങ്ങളുടെ മോൾക്ക് വേറെ തലവേദനയുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇതും കഴിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് അവളവിടെ സ്വത്തായിട്ട് കിടക്കട്ടെ. നിന്റെ തിരുവായിന്ന് തുറക്കോ? എപ്പോഴാ ഇതൊക്കെ നടന്നത്? എൻ്റെ അടുത്ത് നിന്നെല്ലാം തുറന്ന് പറഞ്ഞേ. കോളേജ് തുടങ്ങിയിട്ട് ഈ കോളേജിലെ വെക്കേഷന് എത്ര ദിവസം വേണം? അത്ര. 1 വർഷോ? അപ്പൊ ഞാൻ അവിടെ വന്നപ്പോഴൊന്നും ഇത് അറിഞ്ഞില്ലല്ലോ. അല്ല, ഒരു മിനിറ്റ്. എടാ, ഞാൻ അവിടെ വന്നെന്ന് നിങ്ങളുടെ ഒപ്പം പിക്നിക്കിന് വരുന്ന സമയത്ത് എന്റെ വയറ് കേടാവുന്നതിന് കാരണം നീയാണോ? ആണോന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്നേ പറയൂ. അപ്പോ നീ സാമദ്രോഹി, ഇന്ന് നിന്നെ ഞാൻ കൊല്ലൂടാ തെണ്ടിക്ക്. എല്ലാത്തിനും കാരണം നീയാണല്ലടാ. ഓ, രണ്ടും കൂടി വന്നപ്പോ തന്നെ തുടങ്ങിയല്ലോ. ഒന്ന് നിർത്തിയിട്ട് പിള്ളേരെ. അയ്യോ, ഒന്ന് നിർത്ത്. ഇടി വിടറി. അയ്യോ, എന്തിവിടെ ഇത്രയും ബഹളം? ഇതെന്താ ഇവിടെ നടക്കുന്നത്? അയ്യോ, തമ്മിത്തല് ചാവല്ലേ പിള്ളേരെ, ഒന്ന് വിട്. രണ്ടൊന്ന് നിർത്തുന്നുണ്ടോ? ഓടിക്കഴിഞ്ഞ് രക്ഷപ്പെടുന്നവരാടിന്റെ വിചാരം. രണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നത്. കൊടുക്കുന്നുണ്ട് ഞാൻ. മനുഷ്യ, ഈ കിടപ്പിലങ്ങ് തട്ടിയൊന്നും പോകരുത്. എനിക്ക് വയ്യ ഈ ചെറുപ്രായത്തിൽ വെള്ളസാരി എടുത്തോണ്ട് നടക്കാം. വൈകു, നീ എൻ്റെ അടുത്ത് വേണമെങ്കിൽ മിണ്ടാതിരുന്നോടി. അളകൻ്റെ അടുത്ത് മിണ്ടാതിരിക്കല്ലേ. ഇന്നലെ വിളിച്ചപ്പോഴൊക്കെ അവൾ നല്ല കരച്ചിലായിരുന്നു. നിന്റെ മനസ്സിൽ ദേഷ്യവും വെറുപ്പൊക്കെ ആയിന്നാ അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവളോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, ചെറിയ ദേഷ്യമുണ്ട്. അവള് കരയാണോടാ? നിങ്ങൾ രണ്ടും കൂടി എന്നോടെല്ലാം ഒളിപ്പിച്ചു വെച്ചില്ലേ? അതിന്റെ ദേഷ്യം എനിക്കുള്ളത്. എനിക്കറിയാം അവളൊന്നും ആയിരിക്കില്ല, നീ ആയിരിക്കും അവളെ പിറകെ നടന്ന് അവളെങ്ങനെ ബുദ്ധിമുട്ടിച്ചതെന്ന്. പാവന്റെ കൊച്ച്. എന്താടാ പുച്ഛത്തോട് കൂടി ചിരിക്കുന്നേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ നിന്നെ വെറുതെ വിടാം? ഞാൻ എന്തായാലും അച്ഛൻ്റെ അമ്മയടുത്തും പറയട്ടെ. അച്ഛൻ്റെ അമ്മയടുത്ത് കാര്യം പറയുമ്പോ നിന്റെ കൂടി കാര്യം ചേർത്തെന്ന് പറയാൻ മറക്കരുത്. എന്റെ എന്ത് കാര്യം പറയണ? അയ്യോ, മോൾക്ക് മനസ്സിലായില്ലേ? നീ ഒരുത്തരെ പ്രണയിക്കുന്നില്ലേ? അവന്റെ കാര്യം. അനിയാ, നീ ഒരുപാട് ക്ഷീണിച്ചു പോയില്ല മോനെ. എടേ, നീ ഇതെങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു? ഞാൻ നിന്റെ ബ്രദറാ. നിന്റെ ഓരോ ചരണങ്ങളും ഞാൻ അറിയും. അപ്പൊ എങ്ങനെയാ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയല്ലേ? പിന്നെന്താ, ഒരു പാലവട്ടെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതിന് മീതെ പൂ കൊണ്ട് മെത്തയുണ്ടാക്കി നിന്നെ ഞാൻ അതിൽ നടത്തിക്കും. അതിലൂടെ നമുക്കൊരു കൈ പുറത്ത് പിടിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം അനിജ. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞ് വന്നിട്ടല്ലല്ലോ പറഞ്ഞത്. അതിനെന്തായാലും ഭാഗ്യം അല്ലേ ഏട്ടാ? ശരിക്കും എൻ്റെ മക്കള് പറഞ്ഞല്ലോ, അതന്നെ നല്ല കാര്യം. പിന്നെ നന്ദുമോളെ വിളിച്ചു നോക്കിയോ? ഇപ്പൊ മോളുടെ അവസ്ഥ എന്താ?
കരച്ചിലൊക്കെ മാറിയോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. ഇന്നലെ വിളിച്ച സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ഉണ്ടായിന്ന് അറിയില്ല. വൈകു ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കാറുന്നില്ലേ? നീ സംസാരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി പേടിച്ചിരിക്കായിരിക്കും. പാവം. അമ്മ, ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാതിരുന്നത് അവളുടെ ദേഷ്യം വാശം കൊണ്ടൊന്നുമല്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് അത് പറയാത്തൊരു ചെറിയൊരു പരിഭവം കൊണ്ട് മാത്രം. ഞാനത് തീർത്തോളാം. എന്ന് പറഞ്ഞിട്ട് എന്താ? നീ ചെയ്തത് അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് പോയാലോ? ഒരു ഫാമിലി ട്രിപ്പ് ആവും ചെയ്യും, അവരെല്ലാവരും കാണും ചെയ്യാം. എന്താ അഭിപ്രായം? ഓ, സമാധാനിപ്പിക്കാൻ എല്ലാരും കൂടി? എന്താടാ, നിനക്ക് അവളെ കാണണമെന്നുള്ളത് പറഞ്ഞാ പോരെ? അതിന് ഞങ്ങളൊക്കെ എന്തിനാ ഇൻക്ലൂഡ് ചെയ്യുന്ന? അവൻ പറഞ്ഞ മാതിരി ഒരു വെക്കേഷൻ അങ്ങ് പോവാന്നേ. പിള്ളേരും കൂടി ഉണ്ടല്ലോ. കുറെ നാളായി പിന്നെ കാശീനും അക്ഷരീനൊക്കെ കണ്ടിട്ട്. അവരെയൊക്കെ ഒന്ന് കാണും ചെയ്യാം. പോകുമ്പോ ഒരു കാര്യം ചെയ്തേക്ക് മോളെ, നീ വിപിനും കൂടി വരാൻ പറഞ്ഞേക്ക്. ഷുവറായിട്ടും. ഞാൻ വിളിച്ചെന്താ? അല്ല, അച്ഛനെങ്ങനെ അറിയാം? അച്ഛന് മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ആ കൊച്ചിനോടും കൂടി വരാൻ പറയും. ഞങ്ങൾക്ക് ആ കൊച്ചിനെ കാണും ചെയ്യാലോ. കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എങ്ങനെ അത് നിന്നെ സഹിക്കുന്നതെന്നും കൂടി ഞങ്ങൾക്ക് അറിയണ്ടേ? അമ്മ, എടാ ദ്രോഹി, നീ എല്ലായിടത്തൊക്കെ ഒപ്പിച്ചത്. നീ പാലിടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ വിവരം അറിയിച്ചിരുന്നു. അവര് സെറ്റ് ആയില്ലടി, പിന്നെന്തിനാ നീ എന്നോട് ദേഷ്യപ്പെടുന്നേ? ആ അളിയ, എന്താ സുഖല്ലേ? ഇതൊക്കെ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? നീ നിന്റെ കുട്ടിത്തല കിഴന്ന് പുകയ്ക്കാൻ നിൽക്കാതെ പോയി പെട്ടിയൊക്കെ എടുത്ത് വണ്ടിയൊക്കെ ഇട്ടിടി. പോകുന്ന വഴിക്ക് ഞാൻ നിനക്ക് കഥ പറഞ്ഞുതരാം. ഓക്കേ? വേണ്ട മോനെ, വേണ്ട. ചേട്ടൻ കളിക്കാൻ നിൽക്കരുത്. ലച്ചുട്ടി, വീടടി, വാ എന്റെ കൂടെ. എന്തിനാടാ നിന്റെ ഡ്രസ്സൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചത്? അമ്മ ദേഷ്യപ്പെടാതൊന്ന് എടുത്താന്നേ. കിട്ടി കിട്ടി കിട്ടി. ഇത്രയും വളർന്നില്ലേ, നിനക്കൊക്കെ എടുത്തു വെച്ചൂടെ സ്വയം? ഞാൻ പെണ്ണിനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ വൈകു, എല്ലാം എടുത്തു വെച്ചില്ലേ? ഇതെന്താ അവിടെ ഇരിക്കുന്നത്? അമ്മ, ഇതൊക്കെ എന്തിനാ എടുത്തു വെക്കുന്നേ? ഇത് കൊണ്ടുപോകാനല്ലടി, അങ്ങ് കബോർഡിലേക്ക് വെക്കാനാ. നിന്റെ മുടി എന്തോട് ചെയ്തു വെച്ചിരിക്കുന്നേ? കുറച്ച് എണ്ണ വരട്ടിക്കൂടെ, ചകിരി പോലെ ഇരിക്കുന്നത്. അമ്മ, മുടിയൊന്ന് വീട്, മുടിയൊന്നും തൊട്ട് കളിക്കല്ലേ. ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അത്. ഇതുവരെ കഴിഞ്ഞില്ലേ? മേക്കപ്പിലാണ് രണ്ടാളും. എന്തായി ചെയ്യുന്നത്? കല്യാണത്തിലൊന്നല്ല പോകുന്നത്. ഒന്ന് ഇറങ്ങുന്നുണ്ടോ അത്? ദേ മോളെ, എനിക്ക് നിന്റെ ചെറുക്കനെ ഇഷ്ടായിട്ടോ. ഒരു പാവം ചെറുക്കനാ, നല്ല പയ്യൻ. ശരിക്കും? അപ്പൊ അമ്മയ്ക്കോ? എനിക്കും ഇഷ്ടപ്പെട്ട മോനെ. നല്ല സ്വഭാവം, നല്ല വിനയം, എന്ത് നല്ല രീതിയിലാ സംസാരിക്കുന്നത്. ആ ചെറുക്കെങ്ങനെയാ ഈ കൂതലിനെ ഇഷ്ടപ്പെട്ടെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എന്റെ പെണ്ണെ, നല്ല ചെറുക്കനാ, അവനെ വിഷമിപ്പിക്കരുത്, വിട്ട് കളയല്ലേ. ഇല്ല, വിഷമിപ്പിക്കില്ല. താങ്ക് യു. യു ആർ ദ ബെസ്റ്റ് പാരന്റ്സ്. ഐ ലവ് യു മൈ പാരന്റ്സ്. വീട് പെണ്ണെ, തല ചുറ്റും. നിങ്ങളുടെ ഫാമിലി ബെസ്റ്റാണ്. നമ്മുടെ ഫാമിലി അളിയാ. ശരിയാ, ഇനി എൻ്റെ കൂടി ഫാമിലി അല്ലേ. അനാഥനായി എനിക്ക് ഒരു ഫാമിലിയെ കിട്ടി. ദേ, എല്ലാം എടുത്തല്ലേ? ഇനി അത് മറന്ന് ഇത് മറന്നു എന്നൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. ഈ പെട്ടി ആ വണ്ടിയിൽ വെക്കാനുള്ളതാ. ഇതെന്താ ഇതില്? അമ്മേ, എന്റെ പെട്ടിയും കൂടി ഇതാ അതിലേക്ക് ആ വണ്ടിയിൽ വെച്ചോ. അതെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അതൊന്ന് പറഞ്ഞേ. അത് പറയുമ്പോ നിന്റെ ലവ് സ്റ്റോറി കൂടി പറയേണ്ടി വരും. ലവ് സ്റ്റോറിയോ? എന്നാ അത് ഞങ്ങളും കൂടി കേക്കട്ടെ. എന്തായാലും പറയേ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഒരു ലവ് സ്റ്റോറി. അല്ല, എന്റെ ലവ് സ്റ്റോറി അറിയുന്നതിന് കൂടുതൽ ഇവന്റെ ലവ് സ്റ്റോറി പറയുന്നല്ലേ. നീ മിണ്ടാതിരിക്കടി വിപിമോനെ. മോൻ എങ്ങനെ ഇവളാ കണ്ടത്? ആദ്യമായിട്ട് എവിടെ വെച്ചിട്ടാ? എങ്ങനെ ഇവളോട് ഇഷ്ടം തോന്നി? ഞാൻ ആദ്യമായിട്ട് വൈകിനെ കാണുന്നത് ഫൈറ്റിന്റെ അവിടെ വെച്ചിട്ടാ. ഫൈറ്റ് ചെയ്യായിരുന്നു. ഒരു ചെറുക്കനെ എടുത്ത് പൊതിരിട്ട് അടിക്കായിരുന്നു വൈകു. നിന്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം വാണിംഗ് തരുന്നു, എന്റെ പുറകെ നടക്കരുതെന്ന്. ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാ ഈ കിട്ടിയതൊന്നും ആവില്ല ഇനി കിട്ടുന്നത്. Wow, I like it. I love this girl. Hi, cutie devil. Idiot. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ്. പിന്നെ ഞാൻ അവിടെ പിറകെ കുറച്ച് നടന്നു. മിണ്ടിയിട്ടൊന്നുമില്ല അവളുടെ അടുത്ത്.
സെക്കൻഡ് ടൈം ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പാണ് ഞാൻ വൈഭവിനെ കാണുന്നത്. എന്താണ് ബഹളം? ഇതാ ചെറുക്കനല്ലേ വൈകിയുടെ നടി കിട്ടിയത്? വൈകാലക്ഷ്മി, എന്റെ ചേച്ചി അവളുടെ നേരെ ഞാൻ നിന്റെ കണ്ണോ കയ്യോ പോയെന്നറിഞ്ഞ കയ്യും കാലും നിന്റെ തള്ളി പിടിച്ചിട്ടുള്ളൂ. ഞാൻ അടുത്തതിന്റെ ജീവനായിരിക്കും ഞാൻ എടുക്കുന്നത്. സിസ്റ്ററിന് മുന്നേ ബ്രദറെ ഞാൻ വളയ്ക്കേണ്ടി വരുമല്ലോ. എപ്പോഴും എന്റെ വൈകുവിനെ കുറ്റം പറഞ്ഞ് അവളുടെ തടിയുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ അവൾക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഞാൻ അവളും തമ്മിൽ പലതും ഉണ്ടാവും. അവളെ ചിലപ്പോൾ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചെന്ന് വരും. അവൾ എനിക്കും തരും. അതും പറഞ്ഞ് എന്റെ പെങ്കൊച്ചിനെ കയറി ആരെങ്കിലും പെരുമാറാൻ നിന്നാ അവന്മാരെ പരിപ്പ് ഞാൻ എടുക്കും. എനിക്ക് അവളെന്റെ ജീവനാ, എന്റെ കുഞ്ഞു ചേച്ചി. നിങ്ങളുടെ കുഞ്ഞു ചേച്ചിയും വെള്ളിയാനിയനൊക്കെ കാണുമ്പോ എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. ഞാൻ ഈ ഒറ്റയായി ജനിച്ചതില്. വിഷമിക്കാതെ സീനിയറേ, കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ഒന്നല്ല ഒരു 10 അല്ലെങ്കിൽ ഒരു ഡസൻ കുട്ടികളെ നമുക്കങ്ങ് പെറ്റിടാൻ. അയ്യടാ, മോന്റെ മോഹം കൊള്ളാലോ. എക്സ്ക്യൂസ് മീ അളിയ, എന്താ സീനിയറെ ശബ്ദം മാറ്റി കളിക്കുകയാണ്? അയ്യോ ഞാനല്ല, മാറി നിക്ക്, അങ്ങോട്ട് നോക്ക്. എനിക്ക് മനസ്സിലായില്ല, ആരാ? അളിയന്റെ ഭാവി അളിയനവൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് ബിപിൻ ദാസ്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മയൊക്കെ മരിച്ചതാ. സാമ്പത്തികമായിട്ട് അത്യാവശ്യത്തിനുണ്ട്. ബന്ധുക്കൾ എന്ന് പറയാൻ ആരുമില്ല. ഞാനിവിടെ BCom തേർഡ് ഇയറിന് പഠിക്കുക. എനിക്ക് വൈകുവിനെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കൊക്കെ വന്നു കയറിയ ഈ പാണ്ടിലോറി തന്നെ കിട്ടിയുള്ളൂ. കഷ്ടകാലം. ഓരോത്തിൻ്റെ ഇപ്പം ഞാൻ പാടുന്നേ ഉള്ളൂ. നിനക്കും കൂടി വേണോ? വേണ്ട, ഞാൻ കണ്ടിരുന്നു ആ പാണ്ടിലോറ് അവനിട്ട് പണിയുന്ന കണ്ടപ്പോൾ പ്രേമം തോന്നിയത് എനിക്ക് ഒരുപാട് ഇഷ്ടാ. ആ പാണ്ടിലോറി എൻ്റെ നെഞ്ഞത്ത് കയറിയാലും ഞാൻ സഹിച്ചോളാം. അത്രയ്ക്ക് ഇഷ്ടാ. എനിക്ക് അവളെ കെട്ടിച്ചേരൂ. നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവളോട് വിവരം പറയുള്ളൂ. അളിയനാള് കൊള്ളാലോ. എന്റെ ചേച്ചി ആയതുകൊണ്ട് പറയില്ല. സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നാ സ്വന്തം ആരോഗ്യത്തിന് നല്ലത്. എന്റെ ഭാഗത്തുനിന്ന് സമ്മതാ. ഞാൻ വീട്ടിലെ കാര്യം പറഞ്ഞോളാം. അളിയൻ അവളോട് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, എന്തായാലും ഇവിടുന്ന് പച്ച സിഗ്നൽ കിട്ടിയില്ലേ, ഇനി ഞാൻ പറയും. ബെസ്റ്റ് ഓഫ് ലക്ക്. വളയ്ക്കത്തിരി ബുദ്ധിപ്പെടും. അറിയാം. ക്ലാസ്സിൽ തനിക്ക് എന്റെ മുഖത്ത് മാത്രമേ നോക്കാളൂ. ടീച്ചർ എന്താ എന്റെ മുഖത്താണോ എഴുതി വെക്കുന്നതെല്ലാം? തനിക്ക് ബോഡി നോക്കി കൂടാം. ബോഡി നോക്കിയിരുന്ന പഠിക്കാൻ ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിക്കാനും കഴിയും. പക്ഷെ തന്റെ മുഖത്ത് നോക്കിയിരുന്ന എന്റെ ചുണ്ടിൽ പുഞ്ചിരിയും എന്റെ മനസ്സ് നിറയെ സന്തോഷം വരുന്നത്. തനിക്ക് ഷുഗറിന്റെ ലെവൽ കൂടുതലാ. ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും. തന്നെ കാണുമ്പോൾ മാത്ര ഈ ഷുഗർ ലെവൽ ഇങ്ങനെ ഹൈ ആവുന്നത്. ഞങ്ങൾ അളിയനായിട്ടുള്ള ബന്ധം അന്നുപോലെ തുടങ്ങിയതാ. പാവം എന്റെ അളിയൻ അവളുടെ പിറകെ നടന്ന് അവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നാലും സാധിച്ചെടുത്തു ചെറുക്കൻ. അങ്കിൾ, ആന്റി, അവളിപ്പോ എങ്ങനെയുണ്ട്? നോർമലായോ? ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക തന്നെയാണോ? മോനെ, നീ വന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങളിപ്പോ ഈ വിവരം അറിഞ്ഞത്. അവൾ എന്തെങ്കിലും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ആ ചെറുക്കൻ അവൾ എന്തെങ്കിലും ചെയ്തു കാണോ? വന്ന കാര്യം സാധിച്ചല്ലോ റാം. എന്റെ വൈഭവനെ കുറിച്ച് ഇവരുടെ മനസ്സില് ഒരു ബാഡ് ക്യാരക്ടർ ഉണ്ടാക്കി തീർത്തല്ലോ. നീ എന്തിനാ എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നേ? നന്ദു, നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നേ? നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നിന്റെ കാര്യത്തെ എനിക്ക് ചിന്തയുണ്ട്. അതുകൊണ്ടാ, നിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. എപ്പോ മുതലാ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത്? ആ പദവി ഇപ്പൊ ഏറ്റെടുക്കാൻ കാരണം എന്താ? വൈഭവ് എന്റെ കൂടെ നിൽക്കുന്ന കാരണം? അവൻ എന്നിൽ നിന്ന് പിരിക്കാനാണോ? എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്താ അവകാശം? മോളെ, നീ ഇതെന്തൊക്കെ പറയുന്നേ? അത് നമ്മുടെ രാമ, നമ്മുടെ കുടുംബത്തിലൊരു അംഗല്ലേ അവൻ. രണ്ടായതുകൊണ്ടാണോ കോളേജിൽ വെച്ച് എല്ലാവരും മുന്നിൽ അപമാനിക്കും അവഗണിക്കൊക്കെ നീ എന്നോട് ചെയ്തിരുന്നത്? ഞാൻ അതിന് മാത്രം തെറ്റി നിന്നോട് എന്താ ചെയ്തേ? നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതോ? ആ ഇഷ്ടം, എനിക്ക് ജസ്റ്റ് നിന്നോട് തോന്നിയ ആ ഫീലിങ്സ്, അന്നിനി എന്നിൽ നിന്ന് അകന്നു പോകുന്നു കണ്ടപ്പോ എനിക്ക് തോന്നിയതാ. അല്ലാതെ റിയൽ അല്ലായിരുന്നു. അത് മനസ്സിലാക്കി തന്നത് എന്റെ വൈഭവ. അവൻ എന്റെ റിയൽ ലവ്.
അവനെ എന്നിൽ നിന്ന് പിരിക്കാൻ എന്തിനാ നോക്കുന്നേ? നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത് ശരിയാവില്ല റാം. നന്ദു അങ്ങനെ പറയല്ലേ, എനിക്ക് തെറ്റ് പറ്റി. നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ എന്നിൽ നിന്ന് ജൂലി അകറ്റെന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഐ എം സോറി നന്ദു. പക്ഷെ നീ എൻ്റെ ഫ്രണ്ട് അല്ലാതാവുന്നില്ല. റാം, ലവ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്ത് ബന്ധമായാലും അതിന് അടിസ്ഥാനം വേണ്ടത് വിശ്വാസം. അത് നമുക്കിടയിലില്ല. നീ എന്നെ മനസ്സിലാക്കിയത് അത്രേ ഉള്ളൂ. ജൂലി നല്ല പെൺകുട്ടിയാ. അവള് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ കുട്ടിയെ വേദനിപ്പിക്കാതെ നോക്ക് നീ. നന്ദു നന്ദു ഐ എം റിയലി സോറി. ഏയ് സീനിയർ, വൈബ, വൈബ. വൈകു എന്തൊട്ടി? സോറിടാ. നീ എൻ്റെ കൂടെ വാ, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്കിൾ ഐ എം സോറി. സാരമില്ല, എന്തായാലും ഫോർവേഡിലല്ലേ, ഞാൻ ക്ഷമിച്ചു. ഇരിക്കുക എല്ലാവരും. അക്ഷര, നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. മോളെല്ലാം പറഞ്ഞിരുന്നോ? നീ നിന്റെ ഫേസ് എടി ഇങ്ങനെ ക്യൂട്ടായിട്ട് പിടിച്ചോണ്ടൊന്നും ഞാൻ പറയാനുള്ളത് നിർത്തില്ല. എന്റെ അനിയൻ, ആ ചെറുക്കന് നീ, പാവന്റെ ചെറുക്കൻ, നീയാണടി എല്ലാത്തിനും കാരണം. അവനെ നീ ഞാൻ നിന്നെ നിന്ന് പ്ലീസ് ഒന്നും പറയില്ല. നീ പറ്റിപ്പോയടാ, അബദ്ധം പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട വേണ്ടാന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ. ആരോട് വേണ്ട വേണ്ടാന്ന്? എന്റെ മനസ്സിനോട്. പക്ഷെ വെള്ളമടിച്ച് ബോധമില്ലാത്ത എന്റെ മനസ്സ് കേട്ടില്ല. എന്താ സീനിയർ, എല്ലാം പറഞ്ഞു കൊടുത്തോ? അവിടെ ഫാമിലി എല്ലാവരും സെറ്റായിട്ടോ. എല്ലാം പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയ നമ്മുടെ കല്യാണം നടത്താന്ന് അവര് പറയുന്നത്. ബാബു, ഇവൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല, നിനക്ക് ഉണ്ടായിരുന്നില്ലടാ. നിനക്ക് വേണ്ടാന്ന് പറയാറുന്നില്ലേ? അവളെ തടഞ്ഞു നിർത്താറുന്നില്ലേ? നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഞാൻ വേണ്ട വേണ്ടാന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ. ആരോട് പറഞ്ഞു? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നീ ആരോടാടാ വേണ്ട വേണ്ടാന്ന് പറഞ്ഞത്? എന്റെ മനസ്സിനോട് വേണ്ട വേണ്ടാന്ന് പല പ്രാവശ്യം പറഞ്ഞതാ, പക്ഷെ അത് കേട്ടില്ല. സീനിയറെ കണ്ടപ്പോ എനിക്കും പറ്റുന്നില്ല. ചുവന്ന ലിപ്സും തുടുത്ത കവിളും വെള്ളമടിച്ച് എന്റെ മേത്ത് കയറി. എനിക്ക് നിന്നെ വേണമെന്നും പറച്ചിലോട് കൂടി എന്റെ ഉള്ള കൺട്രോൾ മുഴുവൻ പോയി നിൽക്കായിരുന്നു. പിന്നെങ്ങനെ? മതി മതി, എനിക്കിനി കേൾക്കുന്നുണ്ട. ഞാനിവിടെ ഒരു കിസ്സില് ഒതുങ്ങി ഇപ്പോഴും നിന്നോണ്ടിരിക്കുക. അപ്പോഴാ നിങ്ങയൊക്കെ അത് പ്രണയിക്കുന്നതിന് മുന്നേ എനിക്ക് കേൾക്കാനുള്ള ആവതില്ല. ഞാൻ പോകുന്നു. എന്ത് പറ്റി സീനിയർ? ഇന്നലെ ഒരുപാട് കരഞ്ഞെന്ന് തോന്നുന്നു. മുഖമൊക്കെ വീർത്ത് ചുവന്നിരിക്കുന്നുണ്ടല്ലോ. എന്നെക്കാട്ട് ഇമ്പോർട്ടന്റ് ആണോ വൈകു? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു. എനിക്ക് വൈബിനെക്കാട്ട് ഇമ്പോർട്ടൻ്റ് തന്നെയാ വൈകു. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എന്നെക്കാട്ട് ഇമ്പോർട്ടൻ്റ് വൈബു തന്നെയല്ലേ വൈഭവന്? അതെ, എനിക്ക് ഇമ്പോർട്ടന്റ് അവള് തന്നെയാ. എന്തായാലും സീനിയർ ഒന്ന് കണ്ണടച്ച് പതിയെ കണ്ണുകൾ തുറക്കും. ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മേടിച്ചതാ. പാർട്ട് ടൈം ജോബ് വഴി കിട്ടുന്ന പൈസ എടുത്തുവെച്ച് സ്വരുക്കൂട്ടിയിട്ട് ഇപ്പോഴാണ് മേടിക്കാൻ കഴിഞ്ഞത്, എൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ടോ എൻ്റെ സീനിയറിന്? ഇഷ്ടക്കേടൊന്നുമില്ല, ഒരുപാട് ഇഷ്ടം. മേടിച്ചു കൊടുന്ന ആള് തന്നെ എന്റെ കഴുത്തി ചാർത്തുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. അതിനെന്താ, ചാർത്തി തരാലോ. നന്നായിട്ടുണ്ട്, താങ്ക് യു. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട, വേറെന്തെങ്കിലും മതി. അച്ചോടാ, വേറെന്തെങ്കിലും മതിയോ? കിട്ടത്തില്ല. ഇത് വീടാ, എല്ലാരും ഉണ്ട് ഇവിടെ. അവരുടെ അടുത്തേക്ക് പോവാ. ആ, കുട്ടികൾ രണ്ടാളും വന്നല്ലോ. രണ്ടുപേരുടെയും ബന്ധത്തിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പിന്നെ അതൊക്കെ പറഞ്ഞ് ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ വെച്ച് എന്താ ചെയ്തത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഇല്ലാത്തപ്പോ എന്തൊക്കെ ചെയ്യുന്നതോ അതൊന്നും വേണ്ട.
തെളിഞ്ഞ് എന്ത് നടക്കാൻ, എല്ലാം നടന്നു കഴിഞ്ഞു. എത്ര പ്രാവശ്യം നടന്നു എന്തോ. ഇത്ര നാളും വീട്ടിലെത്തിയിട്ടൊന്നും ചിരിക്കാത്ത പെണ്ണാ ഇപ്പൊ കണ്ടില്ല, ഒരു നിമിഷം കൊണ്ടാ ചേഞ്ച് ആയത്. അവളുടെ ചിരിയും നാണവും. നന്ദു, നീ ഒരുപാട് സന്തോഷത്തിലാണല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. നിനക്കെന്നോട് ദേഷ്യമാണെന്ന് അറിയാം, മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. ഐ എം റിയലി സോറി. എന്നാലും നിന്റെ കൂടെ നല്ലൊരു ഫ്രണ്ടായി ഞാൻ ഉണ്ടാവും. നിനക്കെന്നെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം. ഞാൻ വരട്ടെ എന്നാ. മോളി നന്ദു, വൈകി നീയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നില്ലേ? അവൾക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ആ സമയത്ത് ഒരു ചെറിയൊരു പരിഭവം കാട്ടിയതാ. മോളതിന് ഒരുപാട് വിഷമിച്ചല്ലേ? അത് സാരമില്ല അമ്മേ, വൈകി പരിഭവം കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങളും അങ്ങനെയല്ലേ ചെയ്തത്, ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇപ്പം ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. വൈകി എന്നെ മനസ്സിലാക്കി, അതന്നെ എനിക്ക് സന്തോഷം. കുറച്ച് നാളെ കാത്തിരുന്നാൽ മതി. ഇവന്റെ പഠിത്തം കഴിഞ്ഞൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ മോള് ഞങ്ങളുടെ വീട്ടിലേക്കല്ലേ വരുന്നത്, ഒഫീഷ്യലായിട്ട്. അല്ലാതെയും മോൾക്ക് വരികയൊക്കെ ചെയ്യാട്ടോ. വൈഭവ്, എന്ത് പറ്റി? വല്ലാത്ത ചിന്തയിലാണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നതാടോ. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം പെട്ടെന്നായതുപോലെ എനിക്ക് തോന്നുന്നു. ഒന്നും വേണ്ടായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തന്നെ പെട്ടെന്ന് കിട്ടി, ഞാൻ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ പോകുമെന്ന പേടി. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒരിക്കലും എന്നോടുള്ള സ്നേഹം വൈഭവിന് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നെക്കാട്ടും എൻ്റെ സ്നേഹത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് അറിയുമ്പോൾ, എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ, താങ്ക് യു സോ മച്ച് ടു കം മൈ ലൈഫ്. ഇതൊക്കെ കുറച്ച് ഓവറാവുന്നുണ്ട്. ഇനി ഇതൊക്കെ പറഞ്ഞത് മതി. അതെ, വൈകോ എന്താ ഈ വൈഭവനെ ബൗബൗ എന്ന് വിളിക്കുന്നത്? വല്ല പട്ടിക്കുട്ടികളെ വിളിക്കുന്നവൻ? എനിക്ക് പേരിടുന്ന സമയത്ത് അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അവൾ എന്നെ വൈഭവ് എന്ന് വിളിക്കാൻ നോക്കിയതാ. പക്ഷെ അവൾക്ക് വന്നത് ബൗബവ് എന്ന് മാത്രം. ആ വിളി അവൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അധികം ദേഷ്യം വരും, പിന്നെ അത് ശീലമായി. അവള് ശരിക്കും അങ്ങനെ വിളിക്കുന്ന കേൾക്കുമ്പോൾ വല്ല കോമ്പ്രം വെട്ടി കുറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണല്ലേ? അതെ, ഈ പറഞ്ഞത് വൈക്ക് കേൾക്കണ്ടട്ടോ. കേട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നത്തിന് തുടക്കാവും. നിങ്ങൾക്ക് ഒരു ദിവസം പോലും അടിയിടാക്കാതെ ഇരിക്കാൻ പറ്റില്ലേ? എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കാനാ? അവനിപ്പോ എന്നെ വിളിച്ചിട്ട് കേട്ടില്ലേ, കോമ്പ്രേ പറ്റിന്ന്. ആരാണ് നിന്റെ കോമ്പ്രേ പറ്റി? ഈ ഒളിഞ്ഞു കേൾക്കുന്ന അത്ര നല്ല ശീലമൊന്നല്ല വൈകു. ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. നീ എന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നേ? നീ വിളിക്കുന്ന കേൾക്കുമ്പോ എനിക്ക് നീ കുറയ്ക്കുന്ന പോലെ തോന്നുന്നത്. പിന്നെ നിന്റെ ഫേസ് കണ്ടില്ലേ? എന്റെ ഫേസിന് എന്താടാ കുഴപ്പം? നിന്റെ ഫേസ് ഞാനിപ്പോ ശരിയാക്കി തരാടാ. സിസ്റ്റർ, പോപ്കോൺ വേണോ? ആ, കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നല്ലൊരു ഷോയില് നടക്കുന്നേ. സാരമില്ല, കരയണ്ട, ചോദിച്ചു മേടിച്ചല്ലേ. പെണ്ണിന് ചിട്ടിന്റെ ഒരുക്കം കഴിഞ്ഞു തുടങ്ങി. തിരുമേനി ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. 7 മണിയാകുമ്പോഴേ താലി കിട്ട്. ഇപ്പൊ തന്നെ 6:30. ഈ തിരുമേനി ഇത് എവിടെ പോയി കിടക്കുക? രാം, നീ റിലാക്സ് ആവ്. ഞാൻ തിരുമേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോന്നിക്കുന്നത് എത്താറായിട്ടുണ്ട്. എന്തായാലും 7 മണിക്കുള്ള മുഹൂർത്തം. 6:45 ആവുന്നില്ലല്ലോ. റിലാക്സ് ആയിട്ടിരിക്കെ.
പിന്നെ സദ്യയുടെ കാര്യത്തിൽ നീ ചെക്ക് ചെയ്ത് നോക്കിയോ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങള് പോയി നോക്കി മോളെ, കുഴപ്പമൊന്നുമില്ല. പെണ്ണും ചെക്കൻ ഇറങ്ങി കെട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ സദ്യ കൊടുക്കാം. ഏട്ടൻ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കാതെ ആ ശ്വാസം ഒന്ന് വീട്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോകേണ്ട തന്നെയല്ലേ? എൻ്റെ മക്കളെ കാണാൻ എന്ത് ഭംഗിയാ.